പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ക്ഷണം കിട്ടിയ മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് ദേശീയപാതയുടെ ആദ്യ റീച്ചിൻ്റെ ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് നോട്ടീസിലുണ്ടെങ്കിലും റിയാസിനെ ഒഴിവാക്കുകയായിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് ക്ഷണമില്ലാത്തത് രാഷ്ട്രീയ വിഷയമാക്കാനാണ് CPM നീക്കം. ക്രെഡിറ്റ് ഒറ്റയ്ക്കേറ്റെടുക്കാനാണ് BJP ശ്രമമെന്നും വികസന പദ്ധതി രാഷ്ട്രീയ പരിപാടിയാക്കിയെന്നും CPM വിമർശിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ പണം നൽകിയത് സംസ്ഥാന സർക്കാരാണെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ഇത്തരത്തിൽ തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തേണ്ടതില്ലെന്നും LDF സർക്കാരിന് പകരം മറ്റൊരു സർക്കാരായിരുന്നെങ്കിൽ പദ്ധതി തന്നെ മുടങ്ങിപ്പോകുമായിരുന്നുവെന്നുമാണ് റിയാസിൻ്റെ പ്രതികരണം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവരെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ദേശീയപാത വികസനം. ദേശീയപാത 66-ലെ തലപ്പാടി ചെങ്കള ഭാഗത്തെ 6-വരി പാതയും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര 6-വരി പാതയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റു പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി കൊച്ചിയിലെത്താനിരിക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി ആരും പങ്കെടുക്കാത്തത് പുതിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിട്ടുള്ളത്.